ഹായ് ഇന്നിപ്പോൾ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ഓണത്തിൻ്റെ രണ്ടാമത്തെ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഞാനിടുന്നത്. ഇന്ന് വർക്ക് ഏരിയയും മെയിൻ കിച്ചണും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഫുഡിൻ്റെ കുറച്ച് പാത്രങ്ങളും അങ്ങനെയൊക്കെ ഇരിക്കണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്പുറത്തെ അടുക്കളയിലേക്ക് മാറ്റിയിട്ടാണ്. എന്നിട്ട് ആദ്യം തന്നെ മുകളിലുള്ള മാറാലൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണേ. എൻ്റെ മാറലച്ചോല് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കും ഇതെന്തെങ്ങനെയാണ്. അത് എൻ്റെ മോൻ എടുത്ത് കളിച്ചതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇതേപോലത്തെ പച്ചയും ചുവപ്പും മഞ്ഞയും പല കളറുള്ളത് നീലയൊക്കെ ഉള്ളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവൻ അങ്ങനെ ഒടിച്ചു കളഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വാങ്ങാറില്ല. അത് വെച്ച് ഒരു വടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ മാറാല തട്ടാറ്. അങ്ങനെ ഓരോ ഷെൽഫുകളായിട്ട് ക്ലീൻ ആക്കണേ. വൈകുന്നേരം വരയ്ക്കുള്ള എല്ലാ ഫുഡും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഇത് കഴിയുമ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടാവും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 11 മണിയപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ 11 മണിയപ്പോൾ തന്നെ തുടങ്ങിയിട്ടാണ്. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നനച്ച് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയും പിന്നെ വിം ലിക്വിഡും ചേർത്തിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് അതിൽ മുക്കി പിഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെയൊക്കെ ഞാൻ തുടയ്ക്കണേ. ഈ ജനാലയും ഒക്കെ ആ വെള്ളം വെച്ചിട്ടാണ് തുടയ്ക്കണേ. അപ്പോൾ കുറച്ചും കൂടെ ഒന്നും കൂടെ ക്ലീൻ ആവും. ഈ ജനാലയുടെ ഗ്ലാസ്സൊക്കെ നല്ലപോലെ വൃത്തിയാവും കേട്ടോ. 2 ആഴ്ചയ്ക്ക് മുന്നേ ഈ ജനാല ഞാൻ ക്ലീൻ ചെയ്തതാണ്. ഇപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് വീണ്ടും ക്ലീൻ ആക്കണതാണ്. അടുത്തത് സ്റ്റൗവാണ്. സ്റ്റൗവൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡീപ്പ് ക്ലീൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വല്ല പരിപാടികളൊക്കെ വരുമ്പോഴാണ് ഡീപ്പ് ക്ലീൻ ചെയ്യാം. ഇത്തിരി കോൾഗേറ്റും പിന്നെ ഒരു പഴയ ബ്രഷ് ഉണ്ടായിരുന്നു, അതും വെച്ചിട്ട് നല്ലപോലെ ഉരച്ച് കുറച്ച് നേരം അത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആവും. കറകളൊക്കെ പെട്ടെന്ന് പോകും. എന്നിട്ട് ഞാനതവിടെ കുറച്ച് നേരം ഇട്ടേക്കാണ് കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കറകളൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ചുമരിന്മത്തെ ടൈലും ഒക്കെ ഒന്ന് അവിടത്തെയും തുടച്ച് ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലത്തെയൊക്കെ ഒന്ന് തുടച്ച് ഇട്ടു. പിന്നെ അടിയിലത്തെ ഈ സിങ്കിൻ്റെ അടിയിലത്തെ സ്ലാബിൻ്റെ കുറച്ച് ഇങ്ങനെ ഇളകി വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി പിന്നെ ചവിട്ടി വയ്ക്കുന്ന ഷെൽഫ് ക്ലീനാക്കി. അപ്പോൾ പഴയ കോട്ടൻ്റെയും പിന്നെ ബനിയൻ ടൈപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. വല്ല ചവിട്ടിയൊക്കെ വെള്ളം ഇതായാലൊക്കെ ഞാൻ ഈ പഴയ കോട്ടൻ്റെ തുണികളൊക്കെ അടിയിലിട്ട് കൊടുക്കാറുണ്ട്. ഷെൽഫിൽ കുറച്ച് പൊട്ടിയ ഗ്ലാസ്സും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇനി കൊണ്ട് കളയണം. എവിടെയെങ്കിലും നമ്മുടെ ഒരു പറമ്പിൻ്റെ അറ്റത്ത് ഞാൻ പൊട്ടിച്ച കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറമ്പിൻ്റെ അറ്റത്ത് കൊണ്ട് കളയാനുള്ള മടിക്ക് ഞാൻ ഷെൽഫിൽ വെച്ചതാണേ. ഇപ്പോൾ ഈ സമയത്ത് ആണ് ഇപ്പോൾ കളയണേ. അതൊക്കെ കൂട്ടി ഞാൻ വെച്ചിട്ട് കല്യാണത്തിന് മേടിച്ച ചെരുപ്പാണ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായ കാരണം അതിട്ട് നടക്കുക. അപ്പോൾ അത് ഞാൻ ഉരി വയ്ക്കാൻ പറയാണ് കേട്ടോ. അത് ഇട്ടിട്ട് ചവിട്ടിയത് കേടാക്കും. അടുത്തത് വാഷിംഗ് മെഷീനാണ് ക്ലീൻ ആക്കാൻ പോണേ. ഈ വാഷിംഗ് മെഷീൻ്റെ പിന്നിലത്തെ ഈ വെള്ളം പോണ പൈപ്പ് സാധാരണ ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാലോ. അത് പിന്നിലത്തെ നെറ്റ് അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. 2 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യണം. ഇപ്പം ഞാൻ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കിയിട്ട്. അതാക്കിയാലാണ് നമ്മുടെ ഈ വാഷിംഗ് മെഷീനിൽ വെള്ളം കറക്റ്റായിട്ട് എത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മെഷീനൊക്കെ ആകെ കേടാവും. ഇത് അടിപൊളി വാഷിംഗ് മെഷീൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണത് ഇതിൻ്റെ സൈഡിൽ കുറേശ്ശെ കറയൊക്കെ പറ്റി പിടിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ കറയൊക്കെ നമ്മൾ തിരുമ്പണ ഈ ഡ്രസ്സ് എടുക്കുമ്പോൾ അതിലിങ്ങനെ പറ്റി പിടിക്കും. എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന സിമൻസിൻ്റെ ആയിരുന്നു. അതും ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ LG ആണ്, ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ ഇതാണെന്ന് തോന്നുന്നു ഒരു പോരായ്മയുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഈ സ്റ്റൗവിൻ്റെ കുറച്ച് സംഭവങ്ങളും പിന്നെ ഞാൻ കഴുകാണ്ട് വെച്ചിട്ടുള്ള കുപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കഴുകണേ. ഇത് എണ്ണയായിട്ടുള്ള ഒരു പാത്രം ആയിരുന്നേ, ഗ്ലാസിൻ്റെ ഡബ്ബയായിരുന്നു. അപ്പോൾ അത് എണ്ണ പോവാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കടലാസും ഇട്ട് പിന്നെ കുറച്ച് ലിക്വിഡ് ഒഴിച്ച് നല്ലോണം കുലുക്കി കഴിഞ്ഞാൽ ഈ എണ്ണയൊക്കെ പൂട്ടാൻ നല്ല ക്ലീനാക്കി കിട്ടും നമുക്ക് ഈ ഗ്ലാസ് ജാറൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ കത്തിക്കാനും പഴയ തുണികളും പിന്നെ കുറച്ച് ചാക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ട് പിന്നിൽ വെച്ചു കേട്ടോ. പിന്നെ ചിരവയൊക്കെ വൃത്തിയാക്കി പിന്നെ ആ ഭാഗമൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടേ ഈ മെയിൻ കിച്ചണും കൂടെ വൃത്തിയാക്കിയിട്ട് എല്ലാവരുടെയും കൂടെ ഒന്ന് തുടയ്ക്കുള്ളൂ.
ഇപ്പം തന്നെ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലപോലെ വിശന്ന് തുടങ്ങി. ചോറുണ്ണാനായിട്ടൊരു മൂഡില്ല. ചോറുണ്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒന്ന് കിടക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ ചോറുണ്ണാനൊന്നും നിന്നില്ല കേട്ടോ. ഒരു ഞാൻ രാവിലെ ഒരു 2 വെള്ളയപ്പമാണ് കഴിച്ചത്. സാധാരണ ഞാൻ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് പാറൂസിന് വെള്ളയപ്പം കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 വെള്ളയപ്പം കഴിച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ വർക്ക് ഏരിയ ഒക്കെ ക്ലീൻ ആയിട്ടാണ് നല്ല സൂപ്പറായിട്ട് തിളങ്ങണില്ലേ വർക്ക് ഏരിയ. ഇത് 2 വട്ടന് കറിയൊക്കെ എന്തെങ്കിലും വെച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും പഴയ പോലെ. എനിക്കത് ആലോചിക്കുമ്പോഴേ ഭയങ്കര വിഷമം. പിന്നെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് കൈയൊക്കെ നന്നായി ഹാൻഡ് വാഷ് ഇട്ട് കഴുകി മുഖമൊക്കെ കഴുകി ഞാൻ ഉണ്ണികൾക്ക് എന്തെങ്കിലും അവർ രാവിലെ കഴിച്ചപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനൊക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ പാറൂസിനും ഒരു 12:30 ആയിട്ട് 1 മണിക്ക് ആകുമ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്സ് തന്നെ അവർക്ക് കൊടുത്തു. ഞാനും ഓട്സ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ കുറച്ച് കൊള്ളി വറുത്തതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും 2 കഷ്ണമൊക്കെ കഴിച്ച് പിന്നെ സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഒരു ഇതേപോലത്തെ 2 സ്പൂണല്ല കേട്ടോ, അതിനെന്താ പറയുക, ആ സംഭവം കൊണ്ട് 2 കയ്യിലിട്ടു. പിന്നെ കുറച്ച് പപ്പായ ഇരിക്കുന്നുണ്ടായിരുന്നു. പപ്പായ നല്ല ഇതാണ് കേട്ടോ. ഈ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് പപ്പായ. ഈ പപ്പായക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുരുവേ ഇല്ല, ഒട്ടും തന്നെ കുരുവില്ല കേട്ടോ. അപ്പം ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വടിച്ച് അതിലേക്ക് തന്നെ ഇട്ടു. പിന്നെ നേന്ത്രപ്പഴം, ഇതിന് റോബസ്റ്റാണ് എടുക്കാറ്. പക്ഷേ എൻ്റെ കയ്യിൽ റോബസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴം എടുത്തു. പിന്നെ ടേസ്റ്റിന് കുറച്ച് ബൂസ്റ്റ് ഇട്ടു കേട്ടോ. ബൂസ്റ്റൊക്കെ ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ എനിക്കത് അതിലിട്ടടിക്കണത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ആ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് ഇത്തിരി കട്ടിക്ക് അങ്ങോട്ട് എടുത്തു. അതിൻ്റെ മുകളിൽ ഈ കുതിർത്ത ചിയാ സീഡും കുറച്ച് നട്ട്സും കൂടെ ഇട്ടിട്ട് അതാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കണേ. നല്ല വിശപ്പുണ്ടായിരുന്നു. വിശപ്പിനനുസരിച്ച് ടേസ്റ്റ് കൂടി വരികയാണെന്നു എനിക്ക് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായിട്ട് ഞാൻ ഇരിക്കട്ടെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ മെയിൻ കിച്ചൺ വെടുപ്പാക്കാൻ നോക്കണേ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ കുറേ കലാപരിപാടികൾ, അവൻ എന്തെങ്കിലും പണി തരാൻ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കുക. ഇപ്പം ഞാൻ ശരി നീ വാ ഞാൻ പണി തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ലാഡറിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറി അവന് ഒരു ബക്കറ്റും കുറച്ച് വെള്ളം ഒരു തുണിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് മുക്കി പിഴിഞ്ഞതാ ഞാനിത് തുടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ അവൻ അത് അനുസരിച്ചു കേട്ടോ. കുറുമ്പൊന്നും കാണിക്കേണ്ട നല്ല കുട്ടിയായിട്ട് അവൻ എനിക്ക് പണികളൊക്കെ ചെയ്തു തന്നു. പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, എല്ലാം ആവശ്യമുള്ള സാധനങ്ങളും ഒന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല കേട്ടോ. ഈ മഴയത്ത് ഞാൻ വെച്ച് നടക്കാറുള്ള തൊപ്പിയാണ് കേട്ടോ. ഇത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വേണ്ടാന്ന് വിചാരിച്ച് കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു. പിന്നെ ഇതെൻ്റെ പേരുവിളിയുടെ ആൽബണി. കുറേ വർഷം മുമ്പത്തെ ആൽബണി. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ്റെ മടിയിൽ കിടക്കണത് ഞാനാട്ടാ. എനിക്കെന്തോ അരഞ്ഞാണോ അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഇട്ട് തരികയാണ്. ഇത് മുമ്പ് എന്നോ പാറൂസ് എടുത്ത് കളിച്ചിട്ട് എൻ്റെ ചീത്ത കേട്ടിട്ട് ഞാൻ അവൾക്ക് കിട്ടാത്തടത്ത് മുകളിൽ കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഷെൽഫ് വൃത്തിയാക്കുമ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം വരും കേട്ടോ. അന്നുള്ള കുറേ പേരൊന്നും ഇന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ നല്ല ഗുണ്ടപ്പത്തിയായിരുന്നു കേട്ടോ. ഇതെൻ്റെ ചെറിയമ്മായിയാണ്, ഇതെൻ്റെ വലിയമ്മായും. അപ്പോൾ രണ്ടാളും കൂടെ എന്നെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണ് ഇതൊക്കെ. പിന്നെ എൻ്റെ പാപ്പൻ ഇപ്പൊക്കെ നല്ല പ്രായമായിട്ട് അവർക്കൊക്കെ പണ്ടത്തെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എന്ത് രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മുത്തിയമ്മാമയ്ക്കും പാറൂസിനും കുഞ്ഞുവിനും ചോറൊക്കെ ഞാൻ കൊടുത്തേ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ വീണ്ടും വലിഞ്ഞു കയറി കുറേ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് വീണ്ടും തുടച്ച് വീണ്ടും അകത്തേക്ക് എടുത്ത് വെച്ച്. പിന്നെ ഈ കൊച്ചു ഡബ്ബകളൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ നിറച്ച് കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേറൊരു ഡബ്ബയിലേക്ക് മാറ്റി അതൊക്കെ കഴുകാനിട്ട്. ഈ കുരുമുളക് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, എടുത്തെടുത്ത് ഇത്രയ്ക്ക് ആയതാണ്.
ഈ ഓണത്തിനാണേ മിളകും മല്ലിയും ഒക്കെ പൊടിക്കുക, ഓണത്തിനും വിഷുവിനും. അപ്പോൾ കുറച്ചധികം അങ്ങോട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ അത് കുറച്ച് നാളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മേടിച്ച് വെച്ചിട്ട് അത് മേടിച്ച് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയ മഴ വരെ നിന്നിട്ടില്ലല്ലോ. അത് കാരണം മിളകും മല്ലിയും ഇപ്രാവശ്യം കടയിൽ നിന്ന് പൊടി വാങ്ങേണ്ടി വരുന്ന തോന്നണേ ഓണത്തിന്. അരിയൊക്കെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അരിയൊന്നും പിന്നെ വെയിലത്തിടാത്ത കാരണം ഭാഗ്യം. അത് പിന്നെ നമുക്ക് സൂപ്പറായിട്ട് പൊടിച്ച് വറുത്ത് ഇങ്ങോട്ട് കിട്ടും. ഞാൻ എൻ്റെ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പയറ്, പരിപ്പ്, കടല, മുതിര അതൊക്കെ ഡബ്ബകളൊക്കെ കഴുകി അതിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാ പണിയും കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉള്ളിത്തട്ട് കഴുകിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒരു കുഞ്ഞുമറത്തിലേക്കൊക്കെ മാറ്റി ഈ ഉള്ളിത്തട്ട് കഴുകി വെച്ചുട്ടാ. പിന്നെ ഇതാ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട്, 5 മണി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറുണ്ട്, ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ചോറുണ്ടു. പിന്നെ ഇതാ പാറൂസ് വിശക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് കപ്പലണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു. അടിച്ചു വാരിയുടെ കൂടെ തന്നെ കയ്യോടെ തന്നെ തുടക്കുകയും ചെയ്തേ. ഇന്നെനിക്ക് ഒരു പണിയെടുക്കാൻ പിന്നെ പറ്റില്ല കേട്ടോ. എന്നെക്കൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടായി. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചു. ഇനി കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പാറസിനെ കുളിപ്പിച്ച് എനിക്കും കുളിക്കണം. ഇന്ന് വൈകുന്നേരത്തേക്ക് ചോറ് ഇരിപ്പുണ്ട്, വെള്ളപ്പൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് ഒന്നും ഉണ്ടാക്കേണ്ടത്. എൻ്റെ അടുക്കളയൊക്കെ വൃത്തിയായി കിടക്കുന്നുണ്ട്. എന്തൊരു സന്തോഷമാണെന്നറിയാം ഇങ്ങനെ കാണാനായിട്ട്. അധികമൊന്നും ഉണ്ടാവില്ല, കൂടിയൊന്ന് 2 ദിവസം, അപ്പോഴേക്കും ഇവിടെ കുറേശ്ശെ പൊടിയൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാം. പിന്നെ എനിക്ക് കിച്ചണിൽ ചെയ്യാനുള്ളത് ഈ ചെടിച്ചട്ടിയിലെ ചെടി ഒന്ന് മാറ്റണം. അമ്മയ്ക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ ഈ ശ്രീബുദ്ധൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ ചെടി. അപ്പോൾ അത് പുറത്ത് പോയിട്ടൊന്ന് മാറ്റണം. അത് ഇപ്പം എന്തായാലും നടക്കില്ല, ഇനി ആവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.